ഉണ്ടാക്കി തന്നിട്ട് പെട്ട ഒരാളുണ്ടെങ്കിൽ. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഓരോ ഷോർട്സ് വീഡിയോസൊക്കെ അല്ലേ ഇടല്. അപ്പോൾ ഇന്ന് നമുക്കൊരു ലോങ് വീഡിയോ എടുക്കാം. ഇന്ന് ഞങ്ങൾ ഒരു കൽത്തപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടി കണ്ടന്റ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ മൂത്തച്ഛാണ് പറഞ്ഞത്, എന്നാൽ ഇങ്ങോട്ട് വാ, നമുക്ക് രണ്ടാക്കും കൂടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ചാടി മണ്ടി വന്നതാണ് കേട്ടോ. ഞാൻ മൂത്തച്ഛി ഉണ്ടാക്കണോണ്ട് തന്നെ എനിക്ക് വലിയ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഞാനിത് അതുപോലെ ഓരോന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, ഓരോന്ന് കൊണ്ടേയൊക്കെ കൊടുത്തിട്ട്. കൽത്തപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അറിയണതാവൂലേ. പിന്നെ ഇതാ ഞങ്ങളതിലേക്ക് ഏലക്കായും ജീരകമാണ് കേട്ടോ ചേർക്കുന്നത്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോഴത്തേനും ശർക്കര പാനി ആക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ ചോറ് ആഡ് ചെയ്യുന്നുണ്ട്, കൂടെ കുറച്ച് അപ്പസോഡ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിതാ അതിൻ്റെ ഇടയിൽ ഇതെടുക്കുകയെന്ന് പറയുമ്പോൾ അതൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സത്യത്തിലൊരു അടിമക്കണ്ണാക്കിയിട്ടുണ്ട്. പിന്നെ നല്ല ചൂട് കൊടുക്കണേ തന്നെ ഈ ബാറ്റർക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണേ, എന്നാലേ അതൊരു സെറ്റ് ആവുള്ളൂ എന്നാണ് കുഞ്ഞ് പറഞ്ഞത്. പിന്നെ നമുക്കത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം, കുറച്ച് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഉള്ളി അരിയണത് തൂമിക്കാൻ വേണ്ടിയിട്ട്. കത്തി കാണാഞ്ഞിട്ട് വലിയൊരു കത്തിയും പിടിച്ചിട്ട് വന്നിട്ടുണ്ട് കുഞ്ഞ. ഈ കുഞ്ഞെന്താലേ ഒരു സംഭവം തന്നെയാണ്. ഇതിന്റെ ഒരാളാണ്, എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കും, പൈസ ഒന്നും മേടിച്ചില്ല. അതിൽ ക്യാമറയിൽ പറയണല്ലേ. സത്യത്തിൽ ഇത് താത്താക്ക പറഞ്ഞതല്ലേ, ആ സത്യത്തിൽ കുഞ്ഞക്ക്, ഞാൻ കുഞ്ഞാന്നാണ് വിളിക്കുന്നത്, കുഞ്ഞക്ക് ഇതിന് ഫസ്റ്റ് പ്രൈസൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. എന്തിനും മദ്രസ സാഹിത്യോത്സവത്തിന് ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിന് ഫസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് കേക്കിട്ടാണ് കേട്ടോ അരിയാനൊക്കെ. ഇത് ഇതിൻ്റെ ഹെൽപ്പർ കേട്ടോ, ഉണ്ടല്ലോ കുഞ്ഞാളെ. ഇതിൻ്റെ ഹെൽപ്പർ കത്തിച്ചോ. ഈ എന്താ പറയാ, ഇങ്ങനെ ഈ അരിയലുണ്ടല്ലോ എനിക്ക് കഴിയില്ല, ഇങ്ങനെയൊന്നും എനിക്ക് വയ്ക്കില്ല. ഞാനൊരു ഇതെടുക്കുമ്പോ തന്നെ അതല്ല, ഇതൊക്കെ ഞാൻ ഇപ്പൊ പഠിച്ചതാണ് കേട്ടോ. ഞാൻ ഒരു ഉള്ളി അരിയാണെങ്കിൽ, ചെറിയൊരു ഉള്ളി അരിയാണെങ്കിൽ തന്നെ ഞാൻ വലിയൊരു കട്ടിംഗ് ബോർഡൊക്കെ എടുക്കും. അതെ, ഇവിടെ വന്നിട്ട് കുഞ്ഞിൻ്റെ അടുത്ത് വന്നിട്ട് പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ കുഞ്ഞ പഠിപ്പിച്ചതാണ്. അപ്പുറത്തെ അടുപ്പത്ത് കുഞ്ഞ ഇതൊക്കെ സെറ്റാക്കണുണ്ട് കേട്ടോ. അല്ലാതെ പിന്നെ അരിയൽ കഴിഞ്ഞിട്ട് ഇപ്പം എന്തായാലും കൽത്തപ്പം ഉണ്ടാവില്ല. അപ്പം അതിന് മുന്നേ തന്നെ ഒക്കെ റെഡി ആക്കണുണ്ട്. ആ കുക്കർ വെച്ചിട്ടുള്ളൂ. സംഭവം ഇങ്ങനെ കാണുമ്പോഴൊക്കെ വലിയ പണിയൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ കണ്ണെരിഞ്ഞുകൊണ്ട് തോന ഉള്ളി കറിയല്ലേ. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ അരിഞ്ഞൊന്നും തീരൂല എന്ന് കണ്ടിട്ട് കുഞ്ഞ തന്നെ ഏറ്റെടുത്ത്. കുറച്ച് സൺഫ്ലവർ ഓയിൽ. എത്ര ഉണ്ട്? 2 സ്പൂൺ. നന്നായിട്ട് കുലുക്കണം. ഇത് കേട്ടോ കുഞ്ഞൻ്റെ മറ്റേ കുലുക്കണ്ടേ, അതാ ഗൈസ് കുലുക്കണ്ട കേട്ടോ. നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ട് വരുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് തേങ്ങൻ്റെ കൊത്തൊക്കെ ഇടട്ടോ. ഒന്നാമത് പണിയെടുക്കാനുള്ള മടി കൊണ്ട് ഞങ്ങളത് എടുത്തിട്ടില്ല. ഈ കുക്കറിനെ പറ്റി പറയണതാണ് കുഞ്ഞൻ്റെ സ്പെഷ്യൽ കുക്കർ. കാരണം ഇങ്ങനത്തെ കൽത്തപ്പം ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കണ കുക്കറാണ്. മാവ് അല്ല ബാറ്റർ സെറ്റായിട്ടുണ്ട്. നമ്മൾ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലോ? അപ്പം എനിക്ക് എൻ്റെ ഐഡിയ ആയതുകൊണ്ട് ഒന്നും പറയാനും പറ്റില്ല. അപ്പം എനിക്ക് അടുത്ത ടാസ്ക് കിട്ടി. എത്ര വരെ എണ്ണണ്ടിയേ? എണ്ണൊന്നും വേണ്ടേ? 15 മിനിറ്റോ? ആ അപ്പോൾ
5:32. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയാലും നമുക്ക് തുറന്നു നോക്കട്ടോ. അതിന് മുന്നേ ആവി വരുമോ? ഈ കുഞ്ഞിൻ്റെ ഒരു പ്രത്യേകത എന്താണോ, ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞാ പറഞ്ഞെടുത്തിട്ടെ, ഈ ഞാൻ കല്യാണം കഴിഞ്ഞ മുതൽ ഇവിടെ വന്ന മുതൽ എന്നെങ്കിലും പ്രാങ്ക് ആക്കൂട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ ആദ്യത്തിൽ തന്നെയല്ലേ കുഞ്ഞറിന് പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ പൊട്ടത്തി അത് വിശ്വസിച്ചു. കാരണം നമുക്കറിയില്ലല്ലോ, സ്വഭാവം നമുക്കറിയില്ല, അതുകൊണ്ട് അവൾ വിശ്വസിച്ച്. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് വെറുതെ ഇങ്ങനെ പ്രാങ്ക് ആക്കണം. പിന്നെ ഞാൻ ഇങ്ങനെ ഇന്ന് വീഡിയോ എടുക്കാൻ കണ്ടന്റ് ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ എനിക്കൊരു കണ്ടന്റ് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. കണ്ടന്റ് ഉണ്ടാക്കി തന്നിട്ട് പെട്ട ഒരാളുണ്ടെങ്കിൽ 5:32 കഴിഞ്ഞിട്ട് 30 ഞാൻ നോക്കിയപ്പോൾ 32. ആളുണ്ടല്ലേ, എക്സ്പേർട്ടാണ് നമ്മള്. പിന്നെ നമ്മൾ 45 വരും. അപ്പോൾ ലൈറ്റ് ഓഫ് ആക്കി നമ്മൾ അവിടെ പോയിരിക്കും. 45 നമ്മൾ വരിക അടുക്കളയിലേക്ക്. സാച്ചു ഹായ് പറ. നമ്മൾ ആവി വരുന്നുണ്ടോ നോക്കാൻ വേണ്ടി പോകട്ടോ. വന്നിട്ടില്ല കേട്ടോ, വരുന്നില്ല. ഫസ്റ്റൊക്കെ കിട്ടിയത് എന്താ ബന്ധം. പിന്നെ എല്ലാപ്പോഴും ഒരുപോലെ ആവില്ലല്ലോ, ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല. നമ്മളിനി സൂക്ഷ്മമായി നിരീക്ഷിക്കാം. ടൈമുണ്ട്, നമുക്ക് ടൈം ആയിട്ടൊന്നുമില്ല. കുഞ്ഞാ ആവിയൊന്നും വരില്ല. ആവി എന്നെ കാണില്ല. ഗൈസ് വരുന്നുണ്ട്. അപ്പൊ എന്താ എനിക്ക് കാണാഞ്ഞ്, കണ്ണിന്റെ പവറും പോയ റബ്ബേ. പിന്നെ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലാത്തോട്ട് ഇതിന്റെ കുഞ്ഞാട്ടോ, എന്റെ കുഞ്ഞിന്റെ മകള് കുഞ്ഞി ഞങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് കിട്ടിയതാട്ടോ. ഇവളെ പ്രഗ്നൻ്റ് ആയത് ഞങ്ങളൊരു 5-ാം മാസം 4-ാം മാസമൊക്കെ ആയിട്ടാണ് അറിയണത്. ഇവള് ഞങ്ങളുടെ സർപ്രൈസ് ഗേളാണ്. ചിരിക്കി ഹായ് പറഞ്ഞ 5:45 കഴിഞ്ഞു. അപ്പം ഇവളമ്മക്ക് ഞാൻ പണിയെടുത്തോണ്ട് ഓളമ്മ എനിക്ക് പണി നിൽക്കണം. കുഞ്ഞിരവ ഒന്ന് ചിരിച്ചെടുത്ത കുഞ്ഞെ, ചിരിച്ചെടുത്ത. നമുക്കിനി തുറന്നു നോക്കാം. അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് ഉള്ളിൽ വന്നിട്ട് നോക്കാം. ഇതെന്താ, ഇതാണ് ഞങ്ങളുടെ വായുവിലുള്ള കൽത്തപ്പം. ഈ കുഞ്ഞാളിന് ഇതിനൊക്കെ ഓരോ ഇതുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വിചാരിക്കണ മാതിരി കൽത്തപ്പം എന്ന് പറയുമ്പോഴത്തേനും കൽത്തപ്പം ആവുന്നില്ല, ഭയങ്കര പണിയാണ്. കൽത്തപ്പം റെഡി ആയോ? ഞങ്ങൾ ഉണ്ടാവും കേട്ടോ ഇവിടെ വെയിറ്റിങ്. ബാക്കിയുള്ളവരൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് അതുകൊണ്ട് നിലങ്ങളെ കഴിവുണ്ട്. ഇനിയിപ്പോ ഞങ്ങളുടെ ഈ ഭാഗത്തുള്ളവരൊക്കെ അങ്ങനെ കൈയിടരുത്, ചൂടാവും. ഞങ്ങളെ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ കൽത്തപ്പത്തിനൊക്കെ ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും. പൈസ ആണ് കേട്ടോ, ക്യാഷ് ഇല്ലാതെ ഞങ്ങൾ ഫ്രീ ആയിട്ടൊന്നും ആർക്കും. അങ്ങനെ എടുത്തിടുമ്പോ സൂക്ഷിക്കാൻ. നല്ല ചൂടേക്കരം, നല്ല ചൂടുണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട് ഗൈസ്. ചൂടാറിയിട്ട് മുറിച്ചാണ് കേട്ടോ. മതി. നമ്മളെ കൽത്തപ്പം നല്ല അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് നമ്മളെ കുഞ്ഞിക്ക് കൊടുക്കാം. യമ്മി. ഹായ്
ഇപ്പം നമ്മളെ ലാസ്റ്റത്തെ ആൾ വന്നു കേട്ടോ. അപ്പോൾ ഓൾക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. കുഞ്ഞുണ്ടാക്കിയ ആ ഇനി അടുത്തത്. എന്നാ ഇനി ഇതുകൊണ്ട് നമ്മളെ വീട്ടിലേക്ക് പോവാണ്. കുഞ്ഞാക്കണോ കാക്കൂന്? നമുക്ക് വേണ്ടി ഇന്ന് കാലത്തപ്പം എന്താ കാലത്തപ്പം റെഡിയാക്കി തന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. അതെ, കുഞ്ഞാക്ക് നമ്മൾ എന്താ കുഞ്ഞാള് ഇതിന് പകരം നന്ദി മാത്രം പോരാ, വേറെ എന്താ ഉണ്ട് കുഞ്ഞാ? നന്ദി മാത്രം പോരാ, 500 എന്നാ പിന്നെ കടയിൽ പോയി തന്നാ പോരെ. ഇനി നമുക്ക് വല്ല ഇവിടുന്ന് എസ്കേപ്പ് ആവണം. പിന്നെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ? ഇതാക്കണം അല്ല, ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ പറയാം. അപ്പോൾ ഞങ്ങളെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.